സ്നേഹമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഒരു മോർണിംഗ് ഗ്ലോറിയാണ്. പല ടൈപ്പിലുള്ള മോർണിംഗ് ഗ്ലോറീസ് ഉണ്ട്, ബ്ലൂ കളറ്, വൈറ്റ് കളറ്. ഇതെനിക്കൊരു യാത്ര പോയപ്പോൾ റോഡിൻ്റെ അരികിൽ നിന്നും ആ പൂവിൻ്റെ മനോഹാരിത കണ്ട് കാറ് വെരി സ്ലോയിലാക്കിയിട്ട് അതിൻ്റെ കൊച്ചു തൈ ആ റോഡിനോട് ചേർന്ന് അതൊരു സ്വല്പം ഇങ്ങനെ പിച്ചിയെടുത്തതാണ്. പക്ഷേ അത് ആ പൂവിൻ്റെ ഭംഗിയുടെ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് കൊണ്ടുവരുമ്പം പിടിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം അത് കിളിച്ച് വന്നത് പട്ടുപോയി. രണ്ടാമത്തെ പ്രാവശ്യം അത് കിളിച്ച് വന്നപ്പോൾ മഴയായി. എന്നാലും ഞാൻ അതിനെ കെയർ ചെയ്ത് അതിനോട് പോയി കാര്യമൊക്കെ പറഞ്ഞ് അതിനെ തണലത്തോട്ട് മാറ്റി ഒരു കറുത്ത പോട്ടിനകത്ത് അതിനെ സെറ്റ് ചെയ്ത് തണൽ കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊടുത്ത് വളമൊന്നും ഇല്ലാതെ ആദ്യം അതിനെ കിളിപ്പിച്ച് കയറ്റി കൊണ്ടുവന്നതാണ്. അതിനുശേഷം അത് മനോഹരമായിട്ട് കയറി വന്നു. അതിനടുത്ത് പോയി വർത്തമാനം പറയുകയും കുറച്ച് പ്രെയറൊക്കെ ചെയ്തു അതൊന്ന് ശരിയായി വരാൻ വേണ്ടി. ഇപ്പം ആര് ചോദിച്ചാലും ഞാൻ എൻ്റെ തൈ കൊടുക്കും, കാരണം അതിൻ്റെ ഭംഗി അത്രയ്ക്ക് മനോഹരിതമാണ്. ഇനി അതിനെ നല്ലൊരു പോട്ടിലോട്ട് മാറ്റണം. കറുത്ത പോട്ടിലാണ് ഇരിക്കുന്നതിന് നല്ല മനോഹരമായ പോട്ടിലോട്ട് മാറ്റണം. പിന്നെ കോഴിക്ക് കൂടുണ്ടാക്കാൻ വെച്ചത് നെറ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ആ കമ്പി അതിൻ്റെ ബാക്കിൽ വെച്ച് കൊടുത്ത് അതിനെ പടന്ന് കയറാനായിട്ട് അനുവദിച്ചു. അപ്പോൾ അതിന് നമുക്ക് പോർട്ടബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാം. അത് കുറച്ചുകൂടെ നന്നായി വരുമ്പോൾ ഇതിൽ നിന്നും തൈ പിടിപ്പിക്കണം, ആവശ്യക്കാർക്ക് കൊടുക്കണം. ഞാൻ ആഗ്രഹിച്ചതുപോലെ പലരും ആഗ്രഹിക്കും ഈ പൂ കാണുമ്പം അവർക്കും ചോദിക്കുന്നവർക്കൊക്കെ തൈ കൊടുക്കണം. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ ആരോ നോക്കുന്നത് പോലെയാണ് അതിനകത്തെ ആ കറുത്ത ബ്രൗൺ കളറിലെ കുത്ത് കാണുമ്പോൾ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലൈക്ക് ചെയ്യുക. കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക. ചില പ്ലാന്റ്സിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നും. അതുപോലെ ഇഷ്ടമുള്ള എനിക്കൊരു പ്ലാന്റാണ് ഇത്. അതങ്ങനെ കിട്ടിയത് കൊണ്ടായിരിക്കാം. അത് നട്ടവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.